നമ്മുടെ നാട്ടിൽ കാണുന്ന 3 പ്രധാന ചേമ്പിനങ്ങളാണ് ഈ കാണുന്നത്. പുള്ളിച്ചേമ്പ് അല്ലെങ്കിൽ കലേഡിയം എന്നറിയപ്പെടുന്ന ഒരു ചേമ്പ് വർഗ്ഗമാണ് ഞാൻ ഈ കാണിക്കുന്നത്. നമ്മുടെ നാടുകളിലൊക്കെ സാധാരണയായി കാണപ്പെടുന്ന ഒരു ചേമ്പ് വർഗ്ഗമാണിത്. 1.5 അടിയോളൊക്കെ പൊക്കം വയ്ക്കുന്ന ചേമ്പ് വർഗ്ഗമാണിത്. വളരെ പെട്ടെന്ന് വ്യാപിക്കാനുള്ള കഴിവുള്ള ഒരു സസ്യമാണ് ഈ പുള്ളിച്ചേമ്പ് എന്ന് പറയുന്ന ഈ സസ്യം. സാധാരണ രീതിയിൽ വെയിലത്ത് ഇത് അങ്ങനെ വളരാൻ ഇഷ്ടപ്പെടുന്ന ഒരു സസ്യമല്ല. തണലുള്ള പ്രദേശങ്ങളിലാണ് കൂടുതലായി ഇവ വളരുന്നത്. കലേഡിയം ഇനങ്ങളിൽ പല നിറങ്ങളിലും പല പാറ്റേണുകളിലും ഉള്ള ചേമ്പ് വർഗ്ഗങ്ങൾ ഉണ്ട്. വെളുത്ത പൂക്കളാണ് ഈ ചേമ്പിന് ഉണ്ടായി വരാറുള്ളത്. ഇതിന്റെ കിഴങ്ങുകൾക്ക് ഒരു മഞ്ഞ നിറമായിരിക്കും. ഇതിന്റെ കിഴങ്ങുകൾ ഭക്ഷ്യയോഗ്യമായി ഉപയോഗിക്കുന്നതല്ല. കൂടാതെ ഇത് നല്ല ശക്തമായ ചൊറിച്ചിലുണ്ടാക്കുന്ന ഒരു ചേമ്പ് വർഗ്ഗം കൂടിയാണ് ഈ കലേഡിയം അല്ലെങ്കിൽ പുള്ളിച്ചേമ്പ് എന്നുള്ള സസ്യം. തണ്ടുകൾ ഇലയുടെ മധ്യഭാഗത്താണ് ഘടിപ്പിച്ചിട്ടുള്ളത്. പഴയ കാലങ്ങളിലൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടി കൊണ്ടു നട്ട ഈ ചേമ്പ് പിന്നെ പലർക്കും ഒരു തലവേദനയായി മാറിയിട്ടുണ്ട്. ഇത് നശിപ്പിച്ചു കളയുക വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. അതിന്റെ അവസാനത്തെ കിഴങ്ങ് വരെ എടുത്ത് മാറ്റിയാൽ മാത്രമേ ഇത് പൂർണ്ണമായും അവിടെ നിന്ന് തുടച്ചു നീക്കാൻ പറ്റത്തുള്ളൂ. ചേമ്പ് വർഗ്ഗങ്ങൾ ഒരുപാട് ഉണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന 3 തരം ഇനങ്ങളാണ് ഞാൻ കാണിക്കുന്നത്. അലോകാസിയ എന്നുള്ള വർഗ്ഗം. ഇതിന്റെ തണ്ടുകൾ ഇലയുടെ അറ്റത്ത് ഘടിപ്പിച്ചിരിക്കുന്നു. കൂടാതെ ഇലകൾ മുകളിലേക്ക് ചൂണ്ടുന്ന രീതിയിലായിരിക്കും ഇതിന്റെ ഇലകൾ ഉണ്ടാവാറുള്ളത്. ഇതിന് വെയിലാണ് ആവശ്യം. ഇവ തണലത്ത് സാധാരണയായി വളരുന്നില്ല. ഇവയുടെ കിഴങ്ങുകളും സാധാരണയായി ഭക്ഷണത്തിനായി ഉപയോഗിക്കാറില്ല. ഇവ രണ്ടും നേരത്തെ കാണിച്ച ഇതും സാധാരണ ഭംഗിക്ക് വേണ്ടിയാണ് വളർത്തുന്നത്. പിന്നെ ഈ കാണുന്നതാണ് 3 എണ്ണത്തിൽ വെച്ച് ഏറ്റവും കാഠിന്യമുള്ള ഒരു ചേമ്പ് വർഗ്ഗം. കൊളേസിയ എന്ന വർഗ്ഗമാണ് ഈ കാണുന്നത്. നമ്മുടെ സാധാരണ എല്ലാ ഭക്ഷണാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ചേമ്പ് വർഗ്ഗങ്ങളാണ് ഈ കൊളേസിയ എന്ന ഇനങ്ങളിൽ പെടുന്നത്. ഇവയുടെ തണ്ടുകൾ ഇലയുടെ മധ്യഭാഗത്തായിരിക്കും. കൂടാതെ ഇലകൾ താഴേക്ക് ചൂണ്ടുന്ന രീതിയിലുമായിരിക്കും നിൽക്കുന്നത്. പിന്നെ ഇതിന്റെ പൂക്കൾ മഞ്ഞ നിറത്തിലുള്ള പൂക്കളാണ് ഈ ചേമ്പ് വർഗ്ഗങ്ങളിൽ ഉണ്ടായി വരാറുള്ളത്. ഇതിന്റെ കിഴങ്ങുകൾ ഭൂരിഭാഗത്തിലും നമ്മൾ ഭക്ഷ്യയോഗത്തായി ഉപയോഗിക്കുന്നതാണ്. ഇതിന്റെ തണ്ടുകളും ഭക്ഷ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നുണ്ട്. ഇത് കരിഞ്ചേമ്പ്, വെളുത്ത ചേമ്പ്, താമരക്കണ്ണൻ ചേമ്പ്, ചുടലച്ചേമ്പ്, തീയച്ചേമ്പ്, ശീമച്ചേമ്പ്, വാഴച്ചേമ്പ്, കണ്ണൻ ചേമ്പ് തുടങ്ങിയ ഇനങ്ങളും ഉണ്ട്. അപ്പോൾ ഇതാണ് ചേമ്പ് വർഗ്ഗങ്ങൾ. അപ്പോൾ വീണ്ടും വീഡിയോയുമായി വരാം. ഓക്കെ, ബൈ.